ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. അടുത്ത മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് കപ്പാസിറ്റൻസ് ഓഫ് ടു വയർ ലൈൻ. സോ ഈ കപ്പാസിറ്റൻസ് ഓഫ് ടു വയർ ലൈൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം കൺസിഡറിങ് എ കണ്ടക്ടർ എ ഒരു വയറാണ് ആൻഡ് ഇറ്റ് ഹാസ് എ റേഡിയസ് ആർ ആൻഡ് ഇറ്റ് ഹാസ് എ പോസിറ്റീവ് ചാർജ്. സിമിലർലി ഐ എം ഓൾസോ കൺസിഡറിങ് എ കണ്ടക്ടർ ബി വിത്ത് റേഡിയസ് ആർ which has negative charge. Okay, and the capacitance between in these two is represented as CAB. Okay, and the distance between these two conductor is capital D. So here setup consider it. First what I am doing is I am finding the potential difference between this. That potential difference between A and B കാണുന്നതിന് വേണ്ടിയിട്ടുള്ള equation എന്ന് പറയുന്നത് this is the equation. So ഇതിൽ QA and QB എന്ന് പറയുന്നതാണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. എയ്ക്കും ബിക്കും ഉള്ള ചാർജ് ആണ്, ഈക്വൽ ചാർജ് ആണ് ബട്ട് ഓപ്പോസിറ്റ്. ഓക്കെ, ദെൻ ഇവിടെ DAB ആൻഡ് DBA എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആൻഡ് ബി ആൻഡ് എ ആണ്. ആൻഡ് സിമിലർലി DAA ആൻഡ് DBB എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ദ റേഡിയസ്. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ നമുക്കറിയാം QA എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മൈനസ് QB. അതുപോലെ തന്നെ DAB ആൻഡ് DBA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആൻഡ് സിമിലർലി ദ റേഡിയസ് ഈസ് ഓൾസോ സെയിം. സോ ഈ വാല്യൂസ് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ഇങ്ങനെയായിട്ട് മാറും. സോ ഇതിൽ QA എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ടാണ് വരിക. സോ വി ക്യാൻ ടേക്ക് ഔട്ട് സൈഡ് അല്ലേ. സോ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്കിയുള്ള എന്താവും? ലോഗ് D/R മൈനസ് ലോഗ് R/D ആണ് വരിക. ഓക്കെ, അതിനെ നമുക്ക് ഫർദർ എങ്ങനെ ചെയ്യാം? There is a standard equation log m minus log n is equal to log m by n ആണ് വരിക. സോ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? D/R divided by R/D എന്ന് വരും അല്ലേ. സോ അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ we will be getting D square by R square. സോ എൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും? 1/2 pi epsilon QA log D/R whole square ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് there is another equation in log like log m raised to n ആണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ലൈക്ക് n ഇൻറ്റു ലോഗ് m എന്ന് എനിക്ക് എഴുതാൻ പറ്റും. സോ അത് ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് വരും? എൻ്റെ 2 എന്ന് പറയുന്നത് ഇവിടേക്ക് വരും. ആ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറി? QA പ്ലസ് ഡിവൈഡഡ് ബൈ പൈ എപ്സിലോൺ ലോഗ് D/R എന്ന് മാറും. ഓക്കെ, സോ ദിസ് ഇസ് എ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എനിക്കിവിടെ കാണേണ്ടത് എന്താണ്? കപ്പാസിറ്റൻസ് ആണ് കാണേണ്ടത്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് കപ്പാസിറ്റൻസ് കാണാൻ വളരെ എളുപ്പമാണ്. ചാർജിനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ കപ്പാസിറ്റൻസ് കാണുന്നതിന് വേണ്ടിയിട്ട് വാട്ട് ഐ എം ഡൂയിങ് ഇസ് ദ ചാർജ് Q ഡിവൈഡഡ് ബൈ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VAB ആണ് കാണുന്നത്. സോ QA ഡിവൈഡഡ് ബൈ ഈ സെയിം വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ QAയും ക്യാൻസലായി പോവും. എന്നിട്ട് എനിക്ക് ആൻസർ എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു പൈ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ലോഗ് D/R എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് ടു വയർ ലൈൻ. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.